US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിനു ശേഷം അദ്ദേഹം ഔദ്യോഗികമായി അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റു. ഈ ചടങ്ങ് പൂർത്തിയായതിനു ശേഷം എല്ലാവർക്കും ഞെട്ടലുണ്ടാക്കുന്ന പല സംഭവങ്ങളായിരുന്നു നടന്നത്. ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന തന്നെ വലിയ ചർച്ചാ വിഷയമായി. പ്രധാനമായും ജോ ബൈഡൻ ഗവൺമെന്റ് നിയമിച്ച 70-ലധികം ഉദ്യോഗസ്ഥരെ അദ്ദേഹം സ്ഥലം മാറ്റാനുള്ള ഉത്തരവിറക്കി. അങ്ങനെ ആദ്യമായി വൈറ്റ് ഹൌസിൽ ജോലി ചെയ്യുന്ന ഇതിനകം ഉണ്ടായിരുന്ന പഴയ ബൈഡൻ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്ന 4 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും അമേരിക്ക പുറത്തേക്ക് വരും. ഇങ്ങനെ പല തീരുമാനങ്ങൾ ഡൊണാൾഡ് ട്രംപ് എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതിനു ശേഷം അദ്ദേഹം എടുത്ത ആദ്യത്തെ തീരുമാനം അമേരിക്കയെ സംബന്ധിച്ച് ഇന്നു മുതൽ 2 ലിംഗം മാത്രമേ ഉള്ളൂ. ഒന്ന് ആണ്, മറ്റൊന്ന് പെണ്ണ്. ഇതല്ലാതെ മറ്റ് യാതൊരു ജെൻഡേഴ്സ് ഉണ്ടാകുന്നതും അംഗീകരിക്കാൻ സാധിക്കില്ല. മാത്രമല്ല അമേരിക്കയിൽ ഈ LGBTQ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ആധിപത്യം അമേരിക്കയിൽ അധികമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ അറിയിപ്പ് കാരണം ഒരു വശത്ത് ഇതിനെ സ്വാഗതം ചെയ്താലും മറ്റൊരു വശത്ത് ഇതിന്റെ എതിർപ്പുകളും പൊങ്ങി വരുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുടെ സൈന്യത്തിൽ ഈ 2 ജെൻഡേഴ്സ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മൂന്നാമത് ഒരു ജെൻഡറിനെ അകത്തേക്ക് അനുവദിക്കില്ല എന്ന അറിയിപ്പും പുറത്തു വന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അടുത്തത്, 2ാം ഘട്ടമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും ഔദ്യോഗികമായി അമേരിക്ക പുറത്തേക്ക് വരുമെന്നുള്ള അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർക്ക് പോകുന്ന ഫണ്ടിൽ 40%-ലധികം ഡയറക്റ്റ് ഫണ്ട്, അതായത് പണമായി പോകുന്നത് മാത്രം അമേരിക്കയിൽ നിന്നുമാണ്. ഇത് കാരണം അമേരിക്കയിൽ വർഷത്തിൽ $1 ബില്യൺ ഇതിനായി മാത്രം കൂടുതൽ ചിലവാകുന്നുണ്ട്. അതിനാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും അമേരിക്ക പുറത്തേക്ക് വരും. ഇങ്ങനെ 2ാമത്തെ അറിയിപ്പ് നൽകി. 3ാമത്തെ അറിയിപ്പ് സദൺ ബോർഡേഴ്സ് സീൽ ചെയ്യും. മാത്രമല്ല ആ സ്ഥലത്ത് അടിയന്തരാവസ്ഥ കൊണ്ടുവരാനുള്ള അറിയിപ്പുകളും പുറത്തു വന്നു. ട്രംപിനെ സംബന്ധിച്ച് നിയമവിരുദ്ധമായ കുടിയേറ്റക്കാരെ ഒരിക്കലും അനുവദിക്കില്ല എന്ന നിലപാടുള്ള വ്യക്തിയാണ്. അതേസമയം നോളജ് അധികമുള്ള വ്യക്തികൾ അമേരിക്കയെ വിട്ട് പുറത്തു പോകുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നുമില്ല. അമേരിക്കയിൽ ഇല്ലീഗലായി ആരെല്ലാം താമസിച്ചാലും ഉടൻ തന്നെ രാജ്യം വിട്ട് പുറത്തേക്ക് പോകണം. ഇല്ലെങ്കിൽ അത്രയും പേരെ ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ പുറത്തേക്ക് അയക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുമെന്നും പറഞ്ഞു. ഇനി അമേരിക്കയിലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിന് ജനിക്കുന്ന മക്കളെ അമേരിക്കക്കാരായി ഒരിക്കലും ഞങ്ങൾ കരുതില്ല. ശരിയായ ഡോക്യുമെന്റേഷൻസോടുകൂടി നിങ്ങൾ അമേരിക്കയിൽ ഒരു പ്രത്യേക കാലം ഉണ്ട് എന്നുള്ളതിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനുശേഷം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ അവർ അമേരിക്കൻ ഇമിഗ്രൻസ് അല്ലെങ്കിൽ അമേരിക്കയിലുള്ള അഭയാർത്ഥികൾക്ക് ജനിച്ച കുട്ടികളായി ഞങ്ങൾ അംഗീകരിക്കും. അതല്ല നിങ്ങളുടെ പക്കൽ ശരിയായ രേഖകളോ തെളിവുകളോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അമേരിക്കയുടെ അംഗീകാരം ഒരിക്കലും ലഭിക്കില്ല എന്നും പറഞ്ഞു. മാത്രമല്ല അലാസ്കയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നൽകി. അലാസ്ക അമേരിക്കയുടെ പ്രധാനപ്പെട്ട പ്രകൃതി വിഭവ ട്രഷർ എന്ന് പറയാം. അത്രത്തോളം പ്രകൃതി വിഭവങ്ങൾ അവിടെയുണ്ട്. യൂട്യൂബിൽ പോലും ആ സ്ഥലത്തെ സംബന്ധിക്കുന്ന പല വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. അവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പച്ചക്കറികൾ ലഭിക്കുന്ന സ്ഥലമാണ്. ഭീമാകാരമായ പച്ചക്കറികൾ അവിടെ നിന്നും ലഭിക്കും. കാരണം അവിടെ കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട്. അത്രയും ധാതു വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു പ്രദേശം. സ്വാഭാവികമായി തന്നെ ആ ഭൂമിക്ക് ഫലപുഷ്ടിയുണ്ട്. അതിനാൽ അവിടെയുള്ള എണ്ണകൾ, മറ്റ് നാച്ചുറൽ റിസോഴ്സസ്, അമേരിക്കയിലെ കൺസ്ട്രക്ഷൻ ആവശ്യമായ തടി, ഇവയെല്ലാം വെട്ടിയെടുക്കാനുള്ള ഒരു അനുവാദവും നൽകിയിട്ടുണ്ട്. ഓയിൽ എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. അമേരിക്ക ഫ്രണ്ട്ലി നേഷൻ, അൺഫ്രണ്ട്ലി നേഷൻസ് എന്ന് ആരെക്കൊണ്ടും ഇനി പറയാൻ സാധിക്കില്ല. ലോകത്തിലുള്ള സുപ്രീം പവർ അമേരിക്ക മാത്രമാണ്. അങ്ങനെ കൊണ്ടുവരേണ്ടത് എന്റെ കടമയാണ്. കാരണം ലോകത്തിലുള്ള ഒരുപാട് രാജ്യങ്ങളുടെ പക്കൽ ഗോൾഡ് ഉണ്ടായിരിക്കാം. എന്നാൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ലിക്വിഡ് ഗോൾഡ് ഉള്ളത്. ഈ ലിക്വിഡ് ഗോൾഡ് നമ്മുടെ നിയന്ത്രണത്തിൽ ഉള്ളതുവരെയും തീർച്ചയായും നമ്മളെ കൊണ്ട് ഈ ലോകത്തെ നിയന്ത്രിക്കാനാകും. ഇവിടെ ഈ കൺട്രോൾ എന്ന് പറയുന്നത് മുഴുവൻ അമേരിക്ക ഫസ്റ്റ് എന്ന ഡോമിനേഷൻ എന്നെ കൊണ്ട് കൊണ്ടുവരാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയ്ക്ക് അനുകൂലമായി സംഭവിക്കും, അല്ലെങ്കിൽ അനുകൂലമായി തന്നെ സംസാരിക്കാം. അടുത്തു വരുന്ന 4 വർഷത്തേക്ക് ഇദ്ദേഹം പറയുന്നതാണ് അവിടെ നിയമം. ഇദ്ദേഹം പറയുന്നതായിരിക്കും അവിടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. കാരണം ഇദ്ദേഹത്തിന്റെ തീരുമാനം എപ്പോഴും ആരെക്കൊണ്ട് ഊഹിച്ചെടുക്കാനേ സാധിക്കില്ല. ഏത് സമയത്ത് എന്ത് പ്രസ്താവന നൽകുമെന്ന് ആർക്കും അറിയില്ല. പെട്ടെന്നൊരു ദിവസം ഉത്തര കൊറിയയിൽ ചെന്ന് നിൽക്കും, അടുത്ത ദിവസം
ഒരു വൈറസ് ചൈനയിൽ നിന്ന് തന്നെ പുറപ്പെട്ടു എന്നൊക്കെ പറയും. ഇങ്ങനെ പല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും നമുക്ക് കാത്തിരിക്കാം. എന്നാൽ ഇൻഡയറക്റ്റ് ആയി ഒരുപാട് രാജ്യങ്ങൾക്ക് ഇതിൽ പ്രശ്നമുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യയുമുണ്ട്. അടുത്തതായി ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. 70-ലധികം ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തെ 4 പേര് ഇപ്പൊ ഒഫീഷ്യലായി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തത് എലോൺ മസ്കിനെ കുറിച്ചുള്ള ഒരു കാര്യം വളരെ വൈറലായി മാറിയിട്ടുണ്ട്. ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ എലോൺ മസ്കിന്റെ ട്രംപ് അധികാരമേൽക്കുന്ന ചടങ്ങിൽ എലോൺ മസ്കിന്റെ ഒരു സെലിബ്രേഷൻ അദ്ദേഹം തമ്പിൻ ചെയ്തത് വളരെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇദ്ദേഹം നാസി സല്യൂട്ടാണ് അവിടെ ചെയ്തത്. അദ്ദേഹത്തിന്റെ ഫാൻസ് എല്ലാം പറഞ്ഞത് ഇല്ല, നാസി സല്യൂട്ട് ഒന്നും അല്ല ചെയ്തത്, അദ്ദേഹം അവിടെ ഓവർ എക്സൈറ്റഡ് ആയതാണ്, എന്റെ ഹൃദയം നിങ്ങൾക്കെല്ലാവർക്കും ഓപ്പൺ ആണ് എന്ന രീതിയിലാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഫാൻസ് പറയുന്നു. സത്യത്തിൽ ഇത് ഒരു ഓൺലൈൻ വാറായി തന്നെ പോകുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അദ്ദേഹം ആ ഒരു സിമ്പിൾ കാണിച്ചോ ഇല്ലയോ, വരാൻ പോകുന്ന 4 വർഷത്തിൽ ട്രംപും എലോൺ മസ്കും ചേർന്ന് വളരെ വലിയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതിന് കാരണം തന്നെ DOG എന്ന് പറയപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ഉത്തരവാദിത്വം മുഴുവനും എലോൺ മസ്കിന്റെ കൈകളിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് പുതുതായി ഫോം ചെയ്തതൊന്നുമല്ല. ഇതിനകം തന്നെ US-ന്റെ ഡിജിറ്റൽ സർവീസ് എന്ന് പറയുന്ന ഇന്റൽ ആൻഡ് ടെക്നോളജി ബേസ്ഡ് തിങ്ക് ടാങ്ക് നേരിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് കൺട്രോളിന് കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെ അങ്ങനെ റീനെയിം ചെയ്ത് DOG എന്ന പേരാക്കി മാറ്റി. അതിനെ നേരിട്ട് എലോൺ മസ്കിന് കൊടുക്കുകയും ചെയ്തു. ഇതേ വൈറ്റ് ഹൌസ് കോംപ്ലക്സിലുള്ള എസൻഹോർ ബിൽഡിംഗിൽ ഇവർക്ക് പ്രത്യേകം ഒരു സെറ്റ് നൽകാൻ പോകുന്നുണ്ട്. ഇതിൽ 20 പേരെയോളം ഹയർ ചെയ്യാനും പോകുന്നു. അപ്പോൾ ട്രംപും എലോൺ മസ്കും ചേർന്ന് അടുത്ത് മറ്റൊരു ഇന്നിംഗ്സ് തന്നെ തുടങ്ങാൻ പോവുകയാണ്. ഇതിനകം മാസിനെ കുറിച്ച് സംസാരിച്ചത് വളരെ വലിയ വൈറൽ കണ്ടന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ എന്തെല്ലാം ചെയ്തു, ഇവർ കാരണം അമേരിക്കയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് എക്സ്പോസ് ചെയ്യാൻ പോകുന്ന രീതിയിലും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. ഇപ്പോ ഈ ചടങ്ങെല്ലാം നടന്ന് അവസാനിച്ചു. ഇതിന് ലോകത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ലോകം തന്നെ കാത്തിരിക്കുന്നത് പ്രധാനമായും റഷ്യ ഉക്രൈൻ സീസ്ഫയറിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് യാതൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നില്ല. എന്നാൽ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, പുടിൻ തീർച്ചയായും ഈയൊരു യുദ്ധം അവസാനിപ്പിക്കും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല. പുടിൻ റഷ്യക്കാരെ ഉക്രൈനുള്ളിൽ കൊണ്ടുപോയി വളരെ എളുപ്പത്തിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. 10 ലക്ഷം റഷ്യൻ സൈനികർ ഉക്രൈനുള്ളിൽ മരിച്ചിട്ടുണ്ട്. അതേസമയം എതിർദിശയിൽ ഉക്രൈനെ നോക്കിയാൽ 7 ലക്ഷത്തിലധികം ഉക്രൈൻ സൈനികർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ എന്നെ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള സാധ്യത എന്തായാലും ഇനിയില്ല. എന്നാൽ അടുത്ത ഘട്ടം എന്തായിരിക്കും എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായും എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അമേരിക്ക എടുക്കും. അതിൽ ഇത് സംബന്ധിക്കുന്ന രാജ്യങ്ങൾ ഉണ്ടാകും എന്നും അദ്ദേഹം പറഞ്ഞു. ഇനി റഷ്യയുടെ പ്രതികരണം എങ്ങനെയാണ്? ക്രെംലിൻ ഒഫീഷ്യലായി ഇതിന് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, വി ആർ ഓൾവേസ് ഓപ്പൺ ഫോർ നെഗോസിയേഷൻ. ഞങ്ങൾ എപ്പോഴും ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്നാൽ ഉക്രൈൻ ഇവിടെ ചർച്ചയ്ക്ക് വരുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നേ ഇല്ല എന്ന് പറഞ്ഞു. ഇന്നലെ പോലും റഷ്യയ്ക്കുള്ളിൽ ഒരു 49-ലധികം ഡ്രോൺസ് ഉക്രൈൻ അയച്ചു. അതിൽ ചില ഡ്രോൺസിന്റെ ഫുട്ടേജ് കണ്ടാൽ തന്നെ മനസ്സിലാകും. വെറും തറയിൽ നിന്ന് 2 മീറ്റർ ഉയരത്തിലാണ് പറഞ്ഞത്. 2 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ അത്ര ഉയരത്തിലാണത് പറന്നത്. എത്ര വലിയ റഡാർ ആയിരുന്നാലും ഇത്ര താഴെ പറക്കുന്ന ഒരു ഡ്രോണിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് സാധാരണ കാര്യമല്ല. അതിന്റെ ആ ഒരു ഫുട്ടേജ് ഈ വീഡിയോയ്ക്ക് അവസാനം കാണിക്കുന്നുണ്ട്. ആദ്യം കാണുന്നത് വളരെ ലോ ഫ്ലൈയിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനായി ആന്റി ഡ്രോൺ സിസ്റ്റം വഴി ഇന്റർസെപ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അതിനുശേഷമുള്ളത് റഷ്യയുടെ ഒരു ഡ്രോൺ ഓപ്പറേറ്റർ ഉക്രൈന്റെ ചില സൈനികർ സിവിലിയൻ പർപ്പസിനായി ഉപയോഗിക്കുന്ന കാറിൽ മൊബിലൈസേഷൻ നടത്തുന്നുണ്ട്. ഇതിന്റെ ക്ലിയർ ഡീറ്റെയിൽസ് അറിയില്ല. അങ്ങനെ റഷ്യൻ ഡ്രോൺ അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ 2 സൈനികർ ആ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുന്നു. മറ്റൊരാൾ കയ്യിൽ ഒരു കുഞ്ഞുമായി വാഹനത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് നിൽക്കുന്നു. ഈ സമയം ആ ഡ്രോൺ അത് അവോയ്ഡ് ചെയ്ത്, അവിടെ ഉണ്ടാകുന്ന ആ ഒരു ക്രാഷ് അവോയ്ഡ് ചെയ്ത് ആ ഡ്രോൺ ഓപ്പറേറ്റർ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ വീഡിയോസ് ആണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. പ്രധാനമായും ട്രംപ് ഓഫീസിൽ വന്നതിന് ശേഷം ഓരോ ദിവസവും വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും പുറത്തു വരാൻ പോകുന്നത്. പല രാജ്യങ്ങൾക്കും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് പറയാൻ പോകുന്നത് എന്ന് പോലും അറിയില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.